മലയോര ജനതയ്ക്ക് സംസ്ഥാന സർക്കാരിന്റെ വാർഷിക സമ്മാനം. ഇടുക്കിയിലെ 5500 കുടുംബങ്ങൾക്ക് മുഖ്യമന്ത്രി പട്ടയം വിതരണം ചെയ്തു. ഒരു മാസത്തിനുള്ളിൽ അർഹരായ ബാക്കിയുള്ളവർക്കും പട്ടയം നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കുടിയേറ്റക്കാർക്ക് യാതൊരു ആശങ്കയും വേണ്ടെന്നും കയ്യേറ്റക്കാരെ നിർദാക്ഷിണ്യം ഒഴിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കുടിയേറ്റക്കാർക്ക് വലിയ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ തിരിച്ചുവിടാൻ ബോധപൂർവം കയ്യേറിയവരുടെ ഭാഗത്ത് നിന്ന് ശ്രമങ്ങൾ ഉണ്ടാകുന്നു എന്നതും നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഉദ്ദേശം കുടിയേറ്റക്കാരെ ഒരു തരത്തിലുള്ള സംരക്ഷണ കവചമാക്കി നിർത്താൻ പറ്റുമെന്ന് നോക്കലാണ്. അതിനോടൊക്കെ സർക്കാരിന് വ്യക്തമായ നിലപാടുണ്ട്. അതൊന്നും അത്തരത്തിലുള്ള ഒരു തന്ത്രവും വിലപ്പോകാൻ പോകുന്നില്ല. കുടിയേറ്റക്കാരെ പൂർണ്ണമായും സംരക്ഷിക്കും, കയ്യേറ്റക്കാരെ നിർദാക്ഷിണ്യം ഒഴിപ്പിക്കുകയും ചെയ്യും. ഇതാണ് സർക്കാരിൻ്റെ ഈ കാര്യത്തിലുള്ള വ്യക്തമായ നിലപാട്. ഗംഗേശാനന്ദ സ്വാമിയുടെ ലിംഗഛേദത്തിൽ ഇന്ന് പോലീസ് കൂടുതൽ പേരുടെ മൊഴിയെടുക്കും. മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ സ്വാമി ഗംഗേശാനന്ദയുടെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തും. പെൺകുട്ടിയുടെ രഹസ്യമൊഴി വനിതാ മജിസ്ട്രേറ്റ് എടുത്തതിന് പിന്നാലെയാണ് കൂടുതൽ പേരുടെ മൊഴിയെടുക്കാൻ പോലീസ് ഉദ്ദേശിക്കുന്നത്. അന്വേഷണം സിറ്റി ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ആലോചിക്കുന്നുണ്ട്. ആക്രമിക്കാൻ ശ്രമിച്ചയാളുടെ ജനനേന്ദ്രിയം മുറിച്ചെടുത്ത പെൺകുട്ടിക്കെതിരെ വിമർശനവുമായി ശശി തരൂർ MP. നിയമം കയ്യിലെടുക്കുന്നതിന് പകരം പെൺകുട്ടി പോലീസിനെ സമീപിക്കുകയായിരുന്നു വേണ്ടിയിരുന്നതെന്ന് CNN IBN ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ശശി തരൂർ പറഞ്ഞു. നിയമം കൃത്യമായി പാലിക്കപ്പെടുന്ന ഒരു സമൂഹമല്ലേ നമുക്ക് വേണ്ടതെന്നും ഓരോ മനുഷ്യരും കത്തിയുമായി നീതി നടപ്പാക്കാൻ ഇറങ്ങുന്നത് നല്ല പ്രവണതയാണോ എന്നും ശശി തരൂർ ചോദിക്കുന്നു. രണ്ടു വള്ളത്തിൽ കാലുവെക്കുന്നവരെ UDF-ൽ വേണ്ടെന്ന് കെ മുരളീധരൻ. അഴിമതിയുടെ കറ ഇപ്പോൾ UDF-നൊപ്പം അല്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. KPCC-യുടെ രാജീവ് ഗാന്ധി അനുസ്മരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു കെ മുരളീധരൻ. ഇന്ത്യൻ ഫുട്ബോൾ താരമായ CK വിനീതിനെ AG's ഓഫീസിൽ നിന്നും പിരിച്ചുവിട്ടത് കായിക താരങ്ങളുടെ മനോവീര്യം കെടുത്തുന്ന നടപടിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ പ്രശ്നത്തിൽ ഇടപെടാമെന്ന് കേന്ദ്ര കായിക മന്ത്രി വിജയ് ഗോയൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇടപെട്ട് ഈ നടപടി തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും കേന്ദ്ര സർക്കാർ അത് ചെയ്യുന്നില്ലെങ്കിൽ വിനീതിന് അനുയോജ്യമായ തൊഴിൽ നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. കുൽഭൂഷൺ ജാദവ് കേസിലെ തിരിച്ചടിക്ക് പിന്നാലെ അന്താരാഷ്ട്ര കോടതിയിൽ സ്വന്തം ജഡ്ജിയെ നിയമിക്കാൻ പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നു. അന്തിമവിധി അനുകൂലമാക്കുകയാണ് ലക്ഷ്യം. അന്താരാഷ്ട്ര നീതിന്യായ കോടതി ചട്ടങ്ങൾ പ്രകാരം ജഡ്ജിയെ നിയമിക്കാൻ കഴിയുമെന്നും പാകിസ്ഥാൻ ചൂണ്ടിക്കാട്ടുന്നു. മലയാളത്തിന്റെ താരരാജാവ് മോഹൻലാലിന് ഇന്ന് 57 വയസ്സ്. ലാലേട്ടന്റെ പിറന്നാൾ ദിനം ആഘോഷമാക്കാൻ ആരാധകർ സ്ഫടികം, നരസിംഹം തുടങ്ങി സിനിമകൾ റിലീസ് ചെയ്യും. സിനിമാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ മഹാനടന് പിറന്നാൾ ആശംസകൾ നേരും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സൗദി സന്ദർശനം തുടരുന്നു. സൗദിയും അമേരിക്കയും തമ്മിൽ $11,000 കോടി ആയുധ കരാറിൽ ഒപ്പിട്ടു. ട്രംപും സൗദി ഭരണാധികാരി സൽമാൻ രാജാവുമാണ് കരാറിൽ ഒപ്പിട്ടത്. ലോക സുരക്ഷയും സ്ഥിരതയും ശക്തമാക്കാൻ ട്രംപിന്റെ സൗദി സന്ദർശനം വഴിയൊരുക്കുമെന്ന് സൽമാൻ രാജാവ് അഭിപ്രായപ്പെട്ടു. സൗദിയും അമേരിക്കയും തമ്മിലുള്ള സുരക്ഷാ സാമ്പത്തിക സഹകരണം ഊർജിതമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിവര സാങ്കേതികം, അടിസ്ഥാന സൗകര്യ വികസനം, ഉൽപാദനം, വൈദ്യുതി തുടങ്ങിയ കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചിട്ടുണ്ട്. തീവ്രവാദത്തെ ചെറുക്കാനുള്ള രാജ്യാന്തര കേന്ദ്രം ട്രംപും സൽമാൻ രാജാവും ചേർന്ന് ഇന്ന് ഉദ്ഘാടനം ചെയ്യും.